എല്ലാവർക്കും ഈസി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അരി വറുത്തതാണ്, അല്ലെങ്കിൽ അരി അവലോസ് പൊടി എന്നൊക്കെ പറയും. അതിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് കുത്തരിയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരി വേണമെങ്കിലും എടുക്കാം. അരി നന്നായിട്ട് കഴുകി വാലാനായിട്ട് വെക്കണം വെള്ളം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വറുത്തെടുക്കാൻ പറ്റും. ഒരു 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അരിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോകും. ഈ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പേ വെച്ചിട്ട് അരി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാവേ. അരി നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിനെ അരി പൊട്ടാൻ തുടങ്ങുമേ. അരി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ കളർ മാറാനായിട്ടും തുടങ്ങും. കളർ മാറി ഒരു സ്മെല്ല് ഒരു മണമൊക്കെ വരാൻ തുടങ്ങുമേ. ഈ സമയത്ത് നല്ല ബ്രൗൺ കളറിലോട്ടാകും. ഈ സമയത്ത് അരി ഏകദേശം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റി തണുക്കാനായിട്ട് വെക്കണേ. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ളി ഏലക്കപ്പൊടി ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവേ. പിന്നെ ഞാൻ മധുരത്തിനായിട്ട് ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ശർക്കര ഉപയോഗിച്ചതേ ഉള്ളൂ. ഒരു ഉണ്ട ശർക്കരയുടെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. മധുരം നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവേ, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1 കപ്പോളം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇതുപോലാണ്. നമുക്ക് തേങ്ങ കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിലും കൂടുതലിടാം, നമ്മുടെ ഇഷ്ടമാണ്. അതിന് ശേഷം തേങ്ങയുടെയും ശർക്കരയുടെയും നനവ് കൊണ്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇത് റെഡിയാണ് കേട്ടോ. ഇതൊരു നെസ്റ്റോയാണല്ലേ. ഇത് നമുക്ക് കട്ടൻ കാപ്പിക്കൊപ്പമോ തേയിലവെള്ളത്തിനൊപ്പമോ ചായക്കൊപ്പമോ കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.